പറഞ്ഞു നിർത്തിയത് ജി എന്ന സംഗതിയെ കുറിച്ചാണ്. ജി എന്താ? ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. കുട്ടികൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞു ഇതിന്റെ വാല്യൂ ജി ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10⁻⁻11 യൂണിറ്റ്സ് ആണ് എന്ന് പറഞ്ഞു. ഇനി നമുക്കറിയണം എന്താണ് ഈ പറയുന്ന കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്. യൂണിറ്റ് ഓഫ് ജി. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നൊക്കെ പറയുന്നത് പോലെ ജിയുടെ യൂണിറ്റ് എന്താണ് കണ്ടുപിടിക്കാം. എന്താ ഫോർമുല? എഫ് ഈസ് ഈക്വൽ ടു ജി m1m2 ബൈ ഡി സ്ക്വയർ അല്ലേ? നമുക്ക് വേണ്ടത് ജിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ ജി മാത്രം അവിടെ നിർത്താം. ജി ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ മുകളിൽ പോവും, എഫ് ഡി സ്ക്വയർ ബൈ m1m2 താഴെ വരും. കറക്റ്റ് അല്ലേ? റീഅറേഞ്ച് ചെയ്തപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ കുട്ടികളെ? ന്യൂട്ടൺ. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, അതിന്റെ സ്ക്വയർ ആവുമ്പോൾ മീറ്റർ സ്ക്വയർ ബൈ മാസിന്റെ ഡിസ്റ്റൻസ് കിലോഗ്രാം. മാസ് ഇൻറ്റു മാസ്, കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാം സ്ക്വയർ. നമ്മളിതിനെ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റൈസ് ടു -2. ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതി ശീലിക്കണം എന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. താഴെയുള്ള കിലോഗ്രാം സ്ക്വയറിനെ അങ്ങനെ എഴുതാതെ മുകളിൽ കൊണ്ടുപോയി കിലോഗ്രാം റൈസ് ടു -2 എന്ന് എഴുതി തന്നെ നിങ്ങൾ ശീലിക്കണം. നമുക്കിത് വെച്ചോണ്ട് ഇത്രയും മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചോണ്ട് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. കാൽക്കുലേറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ. അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഓഫ് മാസ് 5 kilogram and 4 kilogram separated by a distance of 1 kilometer അല്ലെങ്കിൽ 100 meter. A distance of 100 meter. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാസ്, ആദ്യത്തെ മാസ് m1, രണ്ടാമത്തെ മാസ് m2. ആദ്യത്തെ മാസ് 5 കിലോഗ്രാം, രണ്ടാമത്തെ മാസ് 4 കിലോഗ്രാം. അതുപോലെ ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 100 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ എന്താ? 5 കിലോഗ്രാം, 4 കിലോഗ്രാം, ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 100 മീറ്റർ. അപ്പൊ എങ്ങനെ നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യുക? മാസ് m1 ഈക്വൽ ടു 5 കിലോഗ്രാം, m2 ഈക്വൽ ടു 4 കിലോഗ്രാം. ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ വാല്യൂ 100 മീറ്റർ. കണ്ടുപിടിക്കേണ്ടത് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ? അപ്പോൾ എഴുതാം എഫ് ഈക്വൽ ടു ജി m1m2 ബൈ ഡി സ്ക്വയർ. എന്താണ് ജിയുടെ വാല്യൂ? ഇനി ഓരോന്നിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ജിയുടെ വാല്യൂ? 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു ഒന്നാമത്തെ മാസ് 5, രണ്ടാമത്തെ മാസ് 4 ഡിവൈഡഡ് ബൈ താഴെയുള്ള ഡിസ്റ്റൻസ് 100 ആണ്, അതിന്റെ സ്ക്വയർ. 100ന്റെ സ്ക്വയർ 100 ഇൻറ്റു 100 അല്ലേ? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. 5 ഇൻറ്റു 4 20 ഇൻറ്റു 6.67 കറക്റ്റ് ചെയ്താൽ 20 ഇൻറ്റു 5 ഇൻറ്റു 4 20 ഇൻറ്റു 6.67 ചെയ്താൽ 6.67 ഇൻറ്റു 2 എത്രയാണ് കുട്ടികളെ? 13 2 ഇൻറ്റു 7 14 13.34 ഇൻറ്റു 10⁻⁻11 ഇവിടെയുള്ള 20യിലുള്ള ഒരു 0 കൂടെ എടുക്കുമ്പോൾ 10⁻⁻10 ആവും അല്ലേ? താഴെയുള്ളത് 100 ഇൻറ്റു 100 10⁻4 ആണ്. ആ 4 മുകളിൽ പോകുമ്പോൾ 10⁻⁻4 ആവും. ആ -4ഉം 10⁻⁻10ഉം കൂടി ചേർത്ത് 13.34 ഇൻറ്റു 10⁻⁻14 യൂണിറ്റ് ന്യൂട്ടൺ എന്ന് വരും. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഈ കാൽക്കുലേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്ത് പറഞ്ഞുതരാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യണം.